അമേരിക്കൻ സംസ്കാരത്തിലെ ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ ടിപ്പ് കൊടുക്കുക എന്നുള്ളത്. വാസ്തവം പറഞ്ഞാൽ അത്യന്തം ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഈ നമ്മൾ ഒരു സാധനം വാങ്ങുന്നു, നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം കഴിക്കുന്നതിന് അതിൻ്റെ ചാർജ് അവർ ഈടാക്കിക്കൊള്ളട്ടെ, ചാർജും ടാക്സും ഒക്കെ ഈടാക്കിക്കൊള്ളട്ടെ. പിന്നെ അതിന് പുറമെ അഡീഷണൽ ടിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് വാസ്തവം പറഞ്ഞാൽ ഒരു ഒരു ചൂഷണമോ ഒരു പിടിച്ചുപറിയോ ഒക്കെ പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. മറ്റൊരു രാജ്യത്ത് ഈ പരിപാടിയില്ല. മറ്റൊരു രാജ്യത്ത് നമ്മൾ വല്ലവരും മനസ്സറിഞ്ഞ് നമ്മളോട് നല്ല രീതിയിലൊക്കെ പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെയിറ്റർമാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു കൈമടക്ക് എന്തെങ്കിലും കൊടുക്കുന്നു. എന്നല്ലാതെ അത് കൊടുത്തിരിക്കണം, കൊടുത്തേ പറ്റൂ എന്നൊരു എന്നൊരു സ്ഥിതി അവിടെയൊന്നുമില്ല. അമേരിക്കയിൽ മാത്രം ഈ ഒരുവിധപ്പെട്ട നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഫുഡ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഇപ്പോൾ 18, 20, 25% വരെയൊക്കെയാണ് കടലാസിൽ എഴുതി വെച്ചിരിക്കുന്നത്. 25% ഇത്രയാണ് ആ കടലാസിലും. അതുപോലെ തന്നെ അവർ കൊണ്ടുവരുന്നത് ചെറിയ ചെറിയ ലാപ്ടോപ്പോ അങ്ങനെയുള്ളതാണെങ്കിൽ അതിൽ എത്ര % നമ്മൾ കൊടുക്കുന്നതെന്ന് മാൻഡേറ്ററി ആണ്. മിനിമം ഒരു 15%. ഇപ്പം എല്ലായിടത്തും റെഗുലറായിട്ടുള്ളത് 18%, 18 അല്ലെങ്കിൽ 20%. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ 25%വും കൊടുക്കാം. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് 100 രൂപ ഹോട്ടലിൽ ഈ റെസ്റ്റോറൻറ്റിൽ $100 ആയെങ്കിൽ നമ്മൾ $20 കൂടുതൽ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ ഈ ചെറിയ ഫാസ്റ്റ് ഫുഡ് മേടിക്കുന്നിടത്ത് പോലും നമ്മളിപ്പം മക്ഡൊണാൾഡ്സിലോ അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ കടകളിൽ ചെന്ന് എന്തെങ്കിലും സാധനം വാങ്ങി നമ്മളവിടെ പൈസ കൊടുക്കുകയാണെങ്കിൽ അന്നേരവും അവരുടെ ആ ബോർഡിൽ തെളിയും എത്രയാ ടിപ്പ് എത്രയാണെന്ന്, എത്ര ശതമാനമാണ് ടിപ്പ് കൊടുക്കുന്നത്. അവിടെ എന്തോന്ന് ടിപ്പ്? ഒരു സാധനം എടുത്ത് നമുക്ക് ഇങ്ങോട്ട് തരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു സേവനം ചെയ്തതിനാണ് നമ്മൾ ടിപ്പ് കൊടുക്കുന്നത്. സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സർവീസ്, നല്ല രീതിയിൽ നമ്മൾ സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവന്നു, സമയത്തിന് കൊണ്ടുവന്നു, നല്ല രീതിയിൽ നമ്മളോട് പെരുമാറി, അങ്ങനെ നമുക്കൊരു പ്ലസൻറ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സന്തോഷമായിട്ടാണ് ഒരു ടിപ്പ് കൊടുക്കുന്നത്. ഇതിപ്പം ഫാസ്റ്റ് ഫുഡിൽ ഒന്നുമില്ല, അങ്ങനെയുള്ള അനുഭവമൊന്നുമില്ല. അവരത് സാധനം എടുത്തിട്ട് ആരോ ഉണ്ടാക്കുന്നു, അതെടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരുന്നു, അവിടെ ടിപ്പ് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാസ്തവം പറഞ്ഞാൽ ഈ ടിപ്പിന് പകരം ശമ്പളത്തിൽ ആ തുക കൂടി അവർ ഈ ഇത്തിരിയുടെ വില കൂട്ടിക്കോട്ടെ. ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ ഇത്തിരിയുടെ വില കൂട്ടിക്കോട്ടെ സാധനങ്ങൾക്ക്. അല്ലാതെ ഇങ്ങനെ ഒരു ടിപ്പ് കിട്ടിയേ പറ്റൂ, ടിപ്പ് കൊടുത്തേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥ എന്തായാലും ഖേദകരമാണ്. ഈ ടിപ്പിനെ പറ്റി ഉദ്ദേശിക്കുന്നത് ചില ആളുകൾ വലിയ തുക ടിപ്പ് കൊടുക്കും. ചില വലിയ പണക്കാരൊക്കെ വന്നിട്ട് അവർ കൊടുത്തോട്ടെ, അവരവരുടെ സന്തോഷം കൊണ്ട് കൊടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല താനും. പക്ഷേ ഇതൊരു നിർബന്ധമായി കൊടുക്കണം എന്ന് പറയുന്നതിൽ ഒരു അരോചകത്വമുണ്ട്. നമ്മുടെ സാധാരണ അത് പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഒരു തരം പിടിച്ചു പറിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ പിന്നെ ഇത് മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ബില്ലിൻ്റെ കൂടെ ഇത്രയോട് ചേർത്ത് ഇതെല്ലാം കൂടെ ചേർത്താണ് വില തരുന്നത്. അതാണ് അതിൻ്റെ വില എന്ന് കൃത്യമായിട്ട് പറയുക. അല്ല ഇത് ഒരു അഡീഷണൽ ബില്ലിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കൊടുക്കുന്ന ഒരു രീതി കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. അത് പലയിടത്തും നമ്മൾ കേൾക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ കേൾക്കുന്നത് ഈ ടിപ്പ് കൊടുത്താൽ ആ തൊഴിലാളി നമ്മുടെ വിചാരം അത് തൊഴിലാളികൾക്ക് പോകും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ പലതിലും അത് മുതലാളിക്കാണ് പോകുന്നത്. മുതലാളി എടുത്തിട്ട് എന്തെങ്കിലും വല്ലതും തൊഴിലാളിക്ക് കൊടുത്തില്ലേലായി. അതാണ് ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലെ സ്ഥിതി. മറ്റേ അമേരിക്കൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ടിപ്പ് മുഴുവൻ തൊഴിലാളികൾക്ക് കൊടുക്കും എന്ന് കരുതുന്നു. ഇപ്പം ഊബറിലൊക്കെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെയും ടിപ്പ് കൊടുത്തിരിക്കണം. അപ്പോൾ അത് ടിപ്പ് അവർ പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് അത് മുഴുവൻ നമ്മൾ എത്ര കൊടുക്കുന്നോ അത് മുഴുവൻ ആ ഡ്രൈവർക്ക് പോകും എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടും നല്ലത് തന്നെ. കാരണം ഊബർ പോലുള്ള ഒരു സംവിധാനത്തിൽ ടിപ്പ് കൂടെ ചേർത്ത് ആകാം. പക്ഷേ ടിപ്പ് കൂടുതൽ തുക ഡ്രൈവർക്ക് കിട്ടുകയാണെങ്കിൽ നല്ലത് തന്നെ. നമ്മൾ ഇപ്പം 10% കൊടുക്കുമ്പം ചെറിയൊരു 10 രൂപയുടെ ഒരു ഓട്ടമാണെങ്കിൽ 10% കൊടുക്കുമ്പോൾ 1 രൂപയാവുന്നുള്ളൂ. അപ്പോൾ അയക്ക് 2 രൂപയോ 3 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യം. കാരണം ഒരു സാധു കുടുംബത്തിനാണ് രക്ഷപ്പെടുന്നത്. അപ്പം റെസ്റ്റോറൻറ്റുകളിൽ സാധു കുടുംബങ്ങളും ഒക്കെ രക്ഷപ്പെടാനാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് ആ ബില്ലിൻ്റെ കൂടെ അങ്ങ് ചേർത്താൽ പോലെ ഇത് പ്രത്യേകമായിട്ട് കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് അമേരിക്കയിൽ മാത്രം ഈ സിസ്റ്റം ഇത്ര പേര് പിടിച്ചത് എന്താണെന്നും മനസ്സിലാവുന്നില്ല.